1 ശമൂവേൽ 30-ാം അധ്യായം. ദാവീദും അവന്റെ ആളുകളും 3-ാം ദിവസം സിക്ലാഗിൽ എത്തിയപ്പോൾ അമാലേക്യർ തെക്കേ ദേശവും സിക്ലാഗും ആക്രമിച്ച് സിക്ലാഗിനെ ജയിച്ച് അതിനെ തീ വെച്ച് ചുട്ടുകളഞ്ഞിരുന്നു. അവിടെയുള്ള വലിയവരും ചെറിയവരുമായ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് തങ്ങളുടെ വഴിക്ക് പോയതല്ലാതെ ആരെയും കൊന്നില്ല. ദാവീദും അവന്റെ ആളുകളും പട്ടണത്തിലേക്ക് വന്നപ്പോൾ അത് തീ വെച്ച് ചുട്ടിരിക്കുന്നതും ഭാര്യമാരെയും പുത്രീപുത്രന്മാരെയും അടിമകളായി കൊണ്ടുപോയിരിക്കുന്നതും കണ്ടു. അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു. ഇസ്രായേൽക്കാരത്തി അഹീനോവം, കർമ്മേൽക്കാരൻ നാബാലിന്റെ ഭാര്യയായിരുന്ന അബീഗയിൽ എന്നീ ദാവീദിന്റെ 2 ഭാര്യമാരെയും അവർ പിടിച്ചുകൊണ്ടു പോയിരുന്നു. ദാവീദ് വലിയ കഷ്ടത്തിലായി. ജനത്തിൽ ഓരോരുത്തന്റെ ഹൃദയം താന്താന്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ദാവീദ് അഹീമേലെക്കിന്റെ മകനായ അബ്യാഥാർ പുരോഹിതനോട് ഏഫോദ് ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അബ്യാഥാർ ഏഫോദ് ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്നാറെ ദാവീദ് യഹോവയോട്, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ, അവരെ എത്തിപ്പിടിക്കുമോ എന്ന് ചോദിച്ചു. പിന്തുടരുക, നീ അവരെ നിശ്ചയമായി എത്തിപ്പിടിക്കും, സകലവും വീണ്ടുകൊള്ളും എന്ന് അരുളപ്പാടുണ്ടായി. അങ്ങനെ ദാവീദും കൂടെയുള്ള 600 പേരും പുറപ്പെട്ട് ബെസോർ തോട്ടിങ്കൽ എത്തി. ശേഷമുള്ളവർ അവിടെ താമസിച്ചു. ബെസോർ തോട് കടപ്പാൻ കഴിയാതവണ്ണം ക്ഷീണിച്ചിട്ട് 200 പേർ പുറകിൽ താമസിച്ചതുകൊണ്ട് ദാവീദും 400 പേരും പിന്തുടർന്ന് ചെന്നു. അവർ വയലിൽ വെച്ച് ഒരു മിസ്രയീമ്യനെ കണ്ട് ദാവീദിന്റെ അടുക്കൽ കൊണ്ടുചെന്നു. അവന് അപ്പം കൊടുത്തു. അവൻ തിന്നു. അവന് കുടിപ്പാൻ വെള്ളവും കൊടുത്തു. അവർ അവന് ഒരു കഷ്ണം അത്തിയടയും 2 ഉണക്കമുന്തിരിക്കുലയും കൊടുത്തു. അത് തിന്നപ്പോൾ അവന് ഉയിർ വീണു. 3 രാവും 3 പകലും അവൻ ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു. ദാവീദ് അവനോട്, നീ ആരുടെ ആൾ, എവിടുത്തുകാരൻ എന്ന് ചോദിച്ചതിന് അവൻ, ഞാനൊരു മിസ്രയീമ്യ ബാല്യക്കാരൻ, ഒരു അമാലേക്യന്റെ ഭൃത്യൻ. 3 ദിവസം മുൻപേ എനിക്ക് ദീനം പിടിച്ചതുകൊണ്ട് എന്റെ യജമാനൻ എന്നെ ഉപേക്ഷിച്ചു കളഞ്ഞു. ഞങ്ങൾ ക്രേത്യരുടെ തെക്കേ നാടും യഹൂദ്യദേശവും കാലേബിന്റെ തെക്കേ ദിക്കും ആക്രമിച്ചു. സിക്ലാഗ് ഞങ്ങൾ തീ വെച്ച് ചുട്ടുകളഞ്ഞു. ദാവീദ് അവനോട്, ആ പരീക്ഷയുടെ അടുക്കലേക്ക് നീ വഴി കാണിച്ചു തരുമോ എന്ന് ചോദിച്ചതിന് അവൻ, നീ എന്നെ കൊല്ലുകയോ എന്റെ യജമാനന്റെ കയ്യിൽ ഏൽപ്പിക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവനാമത്തിൽ എന്നോട് സത്യം ചെയ്താൽ ആ പരീക്ഷയുടെ അടുക്കലേക്ക് വഴി കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവനെ കൂട്ടിക്കൊണ്ടു ചെന്നപ്പോൾ അവർ ഭൂതലത്തിൽ എങ്ങും പരന്ന് തിന്നുകയും കുടിക്കുകയും ഫിലിസ്ത്യദേശത്ത് നിന്നും യഹൂദ്യാദേശത്ത് നിന്നും അപഹരിച്ചു കൊണ്ടുവന്ന വലിയ കൊള്ള നിമിത്തം ഉത്സവം ഘോഷിക്കുകയും ചെയ്യുന്നത് കണ്ടു. ദാവീദ് അവരെ സന്ധ്യ മുതൽ പിറ്റേന്നാൾ വൈകുന്നേരം വരെ സംഹരിച്ചു. ഒട്ടകപ്പുറത്ത് കയറി ഓടിച്ചു പോയ 400 ബാല്യക്കാർ അല്ലാതെ അവരിൽ ഒരുത്തനും ഒഴിഞ്ഞുപോയില്ല. അമാലേക്യർ അപഹരിച്ചു കൊണ്ടുപോയിരുന്നതൊക്കെയും ദാവീദ് വീണ്ടുകൊണ്ടു. തന്റെ 2 ഭാര്യമാരെയും ദാവീദ് ഉദ്ധരിച്ചു. അവർ അപഹരിച്ചു കൊണ്ടുപോയതിൽ ചെറുതോ വലുതോ പുത്രന്മാരോ പുത്രിമാരോ കൊള്ളയോ യാതൊന്നും കിട്ടാതിരുന്നില്ല. ദാവീദ് എല്ലാം മടക്കി കൊണ്ടുപോന്നു. ദാവീദ് ആടുമാടുകളെയൊക്കെയും പിടിച്ചു. അവയെ അവർ തങ്ങളുടെ നാൽക്കാലികൾക്ക് മുൻപായി തെളിച്ചു നടത്തിക്കൊണ്ട്, ഇത് ദാവീദിന്റെ കൊള്ള എന്ന് പറഞ്ഞു. ദാവീദിനോടുകൂടെ പോകുവാൻ കഴിയാതവണ്ണം ക്ഷീണിച്ചിട്ട് ബെസോർ തോട്ടിങ്കൽ താമസിപ്പിച്ചിരുന്ന 200 പേരുടെ അടുക്കൽ ദാവീദ് എത്തിയപ്പോൾ അവർ ദാവീദിനെയും കൂടെയുള്ള ജനത്തെയും എതിരേറ്റ് ചെന്നു. ദാവീദ് ജനത്തിന്റെ സമീപത്ത് വന്ന് അവരോട് കുശലം ചോദിച്ചു. എന്നാൽ ദാവീദിനോടുകൂടെ പോയിരുന്നവരിൽ ദുഷ്ടരും നീചരുമായ ഏവരും, ഇവർ നമ്മോടുകൂടെ പോരാഞ്ഞതിനാൽ നാം വിടുവിച്ചു കൊണ്ടുവന്ന കൊള്ളയിൽ ഓരോരുത്തന്റെ ഭാര്യയെയും മക്കളെയും ഒഴികെ അവർക്കൊന്നും കൊടുക്കരുത്, അവരെ അവർ കൂട്ടിക്കൊണ്ടു പോയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ്, എന്റെ സഹോദരന്മാരെ, നമ്മെ രക്ഷിക്കുകയും
നമ്മുടെ നേരെ വന്നിരുന്ന പരീക്ഷയെ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്ത യഹോവ നമുക്ക് തന്നിട്ടുള്ളതിനെ കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. ഈ കാര്യത്തിൽ നിങ്ങളുടെ വാക്ക് ആര് സമ്മതിക്കും? യുദ്ധത്തിന് പോകുന്നവന്റെ ഓഹരിയും സാമാന്യങ്ങൾക്കരികെ താമസിക്കുന്നവന്റെ ഓഹരിയും ഒരുപോലെ ആയിരിക്കണം. അവർ സമാംശമായി ഭാഗിച്ചെടുക്കണം എന്ന് പറഞ്ഞു. അന്നു മുതൽ കാര്യം അങ്ങനെ തന്നെ നടപ്പായി. അവനത് ഇസ്രായേലിന് ഇന്നുവരെയുള്ള ചട്ടവും നിയമവും ആക്കി. ദാവീദ് സിക്ലാഗിൽ വന്ന ശേഷം യഹൂദ മൂപ്പന്മാരായ തന്റെ സ്നേഹിതന്മാർക്ക് കൊള്ളയിൽ ഒരംശം കൊടുത്തയച്ചു. ഇതാ, യഹോവയുടെ ശത്രുക്കളെ കൊള്ളയിട്ടതിൽ നിന്ന് നിങ്ങൾക്കൊരു സമ്മാനം എന്ന് പറഞ്ഞു. ബേഥേലിൽ ഉള്ളവർക്കും തെക്കേ രാമോത്തിലുള്ളവർക്കും യഥീരിൽ ഉള്ളവർക്കും അരോവേരിൽ ഉള്ളവർക്കും സിഗ്മോത്തിലുള്ളവർക്കും എസ്തമോവയിലുള്ളവർക്കും രാഖാലിലുള്ളവർക്കും എരഹ്മേല്യരുടെ പട്ടണങ്ങളിലുള്ളവർക്കും കേന്യരുടെ പട്ടണങ്ങളിലുള്ളവർക്കും ഹോർമായിലുള്ളവർക്കും കോർ ആശാനിലുള്ളവർക്കും അധാക്കിലുള്ളവർക്കും ഹെബ്രോനിലുള്ളവർക്കും ദാവീദും അവന്റെ ആളുകളും സഞ്ചരിച്ചു വന്ന സകല സ്ഥലങ്ങളിലേക്കും കൊടുത്തയച്ചു.